കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളും നമ്മുടെ നടുവിൽ മഹത്വപ്പെടുമാറാകട്ടെ. കൃപയാൽ നമുക്ക് ഇത്രത്തോളം പേർക്ക് വീണ്ടും ആലയത്തിൽ വന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ദൈവം തന്ന നല്ല സാവകാശങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമുക്ക് നമ്മുടെ ദൈവത്തിൽ തന്നെ ആശ്രയിക്കാം. ഒന്നും ദോഷം വരാതെ കാക്കുന്ന ഒരു നല്ല കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മളൊക്കെ ഓരോ ദിവസം ആകുന്നത് കൃപയാണ്, ഓരോ നിമിഷവും ആകുന്ന കൃപയാണ്. നമ്മൾ നനയാത്ത ഒത്തിരി ഒത്തിരി വെല്ലുവിളികൾ, തീയമ്പുകൾ എന്നൊക്കെ ബൈബിള് പറയുന്ന പോലെ ദുഷ്ടപിശാച് അയച്ചുവിടുന്ന ഒത്തിരി തീയമ്പുകളൊക്കെ ഉണ്ട്. ഇതിന്റെ നടുവിലൊക്കെയാണ് ദൈവം നമ്മളെ ഇത്രത്തോളൊക്കെ സൗഖ്യവും ബലവും ഒക്കെ തന്ന് നമ്മളെയൊക്കെ കൈപിടിച്ച് നടത്തുന്നത്. അതൊക്കെ ഓർത്ത് ഒത്തിരി ഒത്തിരി സ്തോത്രം ദൈവത്തിന് കൊടുക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകണം. ഈ ദൈവസന്നിധിയാണ് നമ്മുടെ ബലം സ്വീകരിക്കുന്ന സ്ഥലം. അത് എല്ലാവരും പ്രാപിച്ച് ബലപ്പെട്ടെങ്കിലേ നമുക്ക് വിശ്വാസത്തിൽ നിൽക്കാൻ പറ്റൂ. വിശ്വാസത്തിൽ ബലപ്പെട്ട് നിൽക്കണമെങ്കിൽ അനുദിനം ദൈവത്തിൽ നിന്നുള്ളത് സ്വീകരിച്ച് ആ ദൈവത്തിൽ നിന്നുള്ളത് പ്രാപിച്ച് മടങ്ങിയെങ്കിലേ നമുക്ക് കൃപയിൽ ബലപ്പെട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ. കൊള്ളാകുന്നവരായി തെളിഞ്ഞു വരണമെങ്കിൽ അവൻ ഇട്ടു തരുന്നതൊക്കെ നമ്മൾ ഭക്ഷിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ബലഹീനപ്പെട്ടു പോകും. ഈ ഒത്തിരി കേട്ടുപരിചയമുള്ളൊരു വാക്ക് ഓർമ്മയിലേക്ക് വരുന്നു. ദാനിയേലിന്റെ പുസ്തകത്തിലുള്ള വാക്കുകളാണ്. ഇപ്പൊ ആരംഭത്തിലെ വാക്ക് വായിക്കണമെന്നില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ ആയിരക്കണക്കിന് യഹൂദന്മാരെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ആയിരക്കണക്കിന് യഹൂദന്മാരെ. അവരെല്ലാം സാധാ ജനമായി ചേർന്നു പോകാൻ താല്പര്യപ്പെട്ടപ്പോൾ അതിലൊരു 3-4 പേർ വേർപെട്ട് നിൽക്കാൻ താല്പര്യപ്പെട്ടു. നമ്മൾ പെരുപ്പത്തിന്റെ കൂട്ടത്തിലല്ല, നമ്മൾ വേർപാടിനുവേണ്ടി നിൽക്കുന്ന ചെറിയ കൂട്ടത്തിന് നടുവിലാകണം. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടക്കാൻ പോരാടുവിൻ, അത് കണ്ടെത്തുന്നവർ ചുരുക്കം എന്ന് ദൈവത്തിന്റെ വചനം പറയുക. അപ്പോൾ ആ ചുരുക്കം ചിലരെയാണ് ദൈവത്തിന് വേണ്ടത്. പ്രവാസത്തിൽ പിടിച്ചുകൊണ്ടുപോയ 4 പേരല്ല യഹൂദന്മാർ, 4000-ഉമല്ല. എന്നാൽ ഇപ്പോൾ വേർപെട്ടതിന്റെ ആ വേർപാട് തെളിയിക്കാൻ 40 പേരെയും 4000 പേരെയും ഒന്നും ബൈബിളിൽ കാണുന്നില്ല. 4 പേരെ ദൈവം എടുത്തു കാണിക്കുകയാണ്. അവൻ ഇസ്രായേലിലാണെങ്കിലും അവൻ ബാബേലിലാണെങ്കിലും അവൻ ആരാണെന്ന് വെളിപ്പെടുത്തും. അതാ ഒന്നും കൂടെ പറഞ്ഞാൽ, സഭാഹോളിലാണെങ്കിലും സഭാഹോള് വിട്ടാണെങ്കിലും അവൻ കൃപയുള്ളവൻ, അവൻ ആരെന്നവൻ സ്വഭാവം കൊണ്ട് തെളിയിക്കും. ഹല്ലേലൂയ. നമ്മളൊക്കെ ആലയത്തിൽ വരുമ്പോ ഭക്തിയുള്ള പുരുഷന്മാരും ഭക്തിയുള്ള സ്ത്രീകളുമാണ്. ആലയം വിടുമ്പോൾ നമ്മൾ പലതും സൂക്ഷിക്കപ്പെടുന്നില്ല. അത് ഭയങ്കര ബലഹീനതയാണ്. ആ 4 പേർ വേർപെട്ട് നിൽക്കുമ്പോൾ അവരുടെ സകല മേഖലകളിലും അവർ ചിലതൊക്കെ വേറിട്ട് ആസ്വദിക്കാൻ തിരഞ്ഞെടുക്കുകയാണ്. രാജകീയ ഭോജനവും രാജകീയ വീഞ്ഞുമൊക്കെ അവർക്ക് അവിടെ സുലഭമായി കിട്ടാൻ സാധ്യതയുള്ളപ്പോൾ അവര് കൃപയിൽ ആശ്രയിച്ചിട്ട് പറയാ, അത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് പച്ചവെള്ളവും പച്ചക്കറിയും തന്നാ മതി, ഞങ്ങൾ അത് അനുഭവിച്ചിട്ട് ഞങ്ങൾ ആരാണെന്ന് വെളിപ്പെടുത്താം. 10 ദിവസം അവരൊരു അവധി പറയുക. ഇന്ന് പകലും എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരിക്കണം. ആമേൻ. ദൈവ മക്കൾക്ക് എല്ലായിടത്തും ചില വേർപാട് അനുഷ്ഠിക്കാനുണ്ട്. എല്ലാറ്റിലും നമ്മൾ കൈയിടേണ്ടവരല്ല, എല്ലാറ്റിലും നമ്മൾ അതിന്റെ അംശികളാകേണ്ടവരല്ല. ചിലയിടത്തുനിന്നൊക്കെ വേറിട്ട് തന്ന് നമ്മൾ ആരെന്ന് വെളിപ്പെടുത്തേണ്ടവരാണ്. പോഷത്വം എന്നൊക്കെ ചിലര് പറഞ്ഞേക്കാം. കൃപയാൽ ലഭിക്കുന്ന ചില രാജകീയ ഭോജനങ്ങളും കൃപയാൽ ലഭിക്കുന്ന ചില രാജകീയ സൗകര്യങ്ങളും ഒക്കെ വേണ്ടെന്ന് പറയുന്നത് പോഷത്വം പോലെ തോന്നിയേക്കാം. എന്നാൽ നിന്റെ വേർപാട്, നീ കാണിക്കുന്ന തീരുമാനം പോഷത്വമല്ലെന്ന് തെളിയാൻ എണ്ണപ്പെട്ട 10 ദിവസം മതിയെന്ന് ആ വചന വെളിപ്പാട് ഞാൻ ഒരാലോചന പറയുകയാണ്. ചിലപ്പോൾ 10 ദിവസം നിന്നെ പോഷന്മാരെന്നും ബുദ്ധിഹീനരെന്നും മണ്ഡന്മാരെന്നൊക്കെ പലരെ സംബോധന ചെയ്തേക്കാൻ സാരമില്ല. നീ മണ്ഡനല്ലെന്ന്, നീ പോഷത്വമല്ല കാണിച്ചതെന്ന് തെളിയിക്കുന്ന ഒരു 11-ാം ദിനം വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ധൈര്യത്തോടെ കോപയ്ക്കെന്ന് സ്തോത്രം ചെയ്തു. അവന ഹതന രഗതന ഹജത്തരാദിയ ഹതന രഗതന വൗഷി അന്തൽ
കൃപയാൽ നൽകുന്ന പച്ചവെള്ളം, കൃപയാൽ നൽകുന്ന ശാഖപദാർത്ഥം, അത് പുജിച്ചവർക്ക് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠത കൊണ്ടുവന്നൊരു ദൈവകൃപ. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ ഗണത്തിലാകണം ദൈവമക്കൾ. ഭൂരിപക്ഷം നമുക്ക് വേണ്ട, ദൈവം തെരഞ്ഞെടുത്ത ന്യൂനപക്ഷം നമുക്ക് മതി. അത് വെറുതെ ആയതല്ല, അത് അവരുടെ ഉള്ളിൽ വീഴപ്പെട്ട ഒരു പ്രമാണത്തിൽ നിന്നാണ്. അവർക്ക് എവിടെ ചെന്നാലും ആ ദൈവത്തെ മറന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ദാനിയേലിന്റെ അല്ലെങ്കിൽ ആ കൂട്ടുകാരുൾപ്പെടെയുള്ള 4 പേർ, അവരെ ദൈവം വേറിട്ട് ആദരിച്ചു. 10 ദിനങ്ങൾ അവർ പോഷന്മാരെ പോലെ അവരുടെ മുമ്പിൽ നടക്കേണ്ടി വന്നു. ഒത്തിരി പേര് കളിയാക്കി കാണും അല്ലേ? ന്യായമായിട്ടും കിട്ടേണ്ടത് അവർക്കും കൂടെ ഓഹരിയാണ്. അതൊക്കെ കിട്ടാതെ വന്നപ്പോൾ അവരെല്ലാവരും നിന്ദിച്ചു കാണും. എടാ, നമ്മളെ ദൈവം ഇവിടെ വിട്ടിട്ട് നമ്മൾ ഇനി വലിയ പ്രമാണമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയാണെങ്കിലും 70 വർഷം നമ്മളെല്ലാം ഇവിടെ പ്രവാസത്തിലാകും. ഇവിടെ പച്ചവെള്ളം കുടിച്ചാലും 70 ആണ്ട് നീ ഇവിടെ കിടക്കേണ്ടി വരും. ഇവിടെ ശാഖപദാർത്ഥം തിന്നാലും നീ ഇവിടെ 70 വർഷം ബന്ധനത്തിലാകേണ്ടി വരും. അതുകൊണ്ട് ഇപ്പം വലിയ പ്രമാണമൊന്നും പറയണ്ട, സമയം തക്കത്തിൽ ഉപയോഗിക്കാമെന്നൊക്കെ കൂട്ടിയകൂതന്മാർ പറഞ്ഞപ്പോഴും 4 പേരുടെ ഉള്ളിൽ എഴുതിയ വചനത്തിന്റെ ആ പ്രമാണം ഇടകലരാൻ അവരെ സമ്മതിച്ചില്ല. ഇന്ന് പകൽ ഇടകലരാത്ത കൃപയുള്ളവർക്കായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയോ. ഇടകലർത്തി നമ്മളെ ബലഹീനപ്പെടുത്താൻ നോക്കുമ്പോൾ തനിമയിൽ നിന്ന് ഇടകലരാതെ വിശ്വാസം കാക്കുന്ന വിശ്വാസ വീര്യമുള്ളവർക്കായി ഇന്ന് പകൽ എന്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ കൂട്ടായ്മയ്ക്കകത്തുള്ളവരെല്ലാം ആ ഗണത്തിൽപ്പെട്ടവരാകട്ടെ. ലോകത്തിന് മുമ്പിൽ ഇന്ന് നീ പോഷനാകും, പക്ഷെ നാളെ നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ തീരുമാനം തെറ്റല്ലെന്ന്, നീ എടുത്ത വേർപാട്, നീ അനുഷ്ഠിച്ച വേർപാട് അബദ്ധമല്ലെന്ന് തെളിയിക്കുന്ന ഒരു ദിവസമുണ്ട്. 11-ാം ദിനം ഒരു പരിശോധന നടത്തിയെന്ന് അവിടെ നമ്മൾ വായിക്കുന്നത് 1-ാം അധ്യായത്തിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ മറ്റു പുരുഷന്മാരെക്കാൾ എടുത്തെങ്കിൽ വായിച്ചേ. അഴകുള്ളതും മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. രാജാവിന്റെ ശ്രേഷ്ഠ ഭോജനങ്ങൾ ഭുജിച്ചവരെക്കാൾ ഇവരുടെ മുഖം അഴകുള്ളതും ഇവർ മാംസപുഷ്ടി ഉള്ളവരെന്നും കണ്ടു. ചിലത് തെളിയിക്കുന്ന നാളുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരൊന്ന് സ്തോത്രം ചെയ്തു. എന്റെ ദൈവം അത് തെളിയിക്കും മക്കളെ. അത് അധിക സമയങ്ങളൊന്നും ആകില്ല. ഇവിടുത്തെ പദപ്രയോഗം 10 ദിനമാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെയൊക്കെ വിശ്വസിക്കാം. എന്റെ ദൈവത്തിന് വിരലെണ്ണാവുന്ന ദിവസത്തിനകം നിന്റെ വിശ്വാസത്തെ മാനിച്ചതിന്റെ അടയാളം, നീ എടുത്ത തീരുമാനത്തിന്റെ മാന്യതയുടെ അടയാളം യഹോവയ്ക്ക് നിന്നിൽ വെളിപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഈ ദിനങ്ങളിൽ ഇടകലരുന്നവരാകരുത്. നീ യഹോവയ്ക്ക് വേണ്ടി നിൽക്കണം. യഹോവയ്ക്ക് വേണ്ടി നിൽക്കാൻ ചില വിലയൊക്കെ കൊടുത്താലേ പറ്റുള്ളൂ. അതിന് ചില നിന്ദകളൊക്കെ സഹിക്കേണ്ടതായി വരും. സ്തോത്രം. ഈ വചനം പറയുമ്പോൾ എനിക്ക് പഴയ നിയമത്തില് മോശ പർവ്വതത്തിൽ നിറങ്ങി വന്നിട്ട് യഹോവയുടെ പക്ഷത്തുള്ളവരെ വിളിക്കുമ്പോൾ 12 ഗോത്രവും ഒരുപോലെ ഇടകലർന്ന് നിൽക്കുമ്പോഴാണ് യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് മോശ അധികാരത്തോടൊരു വാക്ക് പറയുക. അവിടെ ആ 12 എണ്ണത്തിൽ നിന്ന് ഒരു ലേവി ഗോത്രത്തെ ദൈവം തിരിച്ചു പുറത്തു കൊണ്ടുവരിക. വിശ്വാസത്തോടെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തു. എന്റെ ദൈവം ചിലതിന്റെ ഇടയിൽ നിന്ന് കൃപയുള്ള ചിലതിനെ വേർതിരിക്കുന്ന ദൈവമെന്ന് വിശ്വസിച്ചൊന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തു. എല്ലാത്തിന്റെ ഇടയിലാണ് നീ പാർക്കുന്നതെങ്കിലും എല്ലാവരെ പോലെ അല്ലെന്ന് തെളിയിക്കുന്ന നിന്റെ തെരഞ്ഞെടുപ്പ് ശ്രേഷ്ഠമാണെന്ന്, നിന്റെ മേലുള്ള വിളി ശ്രേഷ്ഠമാണെന്ന്, നിന്റെ മേലുള്ള അഭിഷേകം വ്യത്യസ്തമാണെന്ന് തെളിയിക്കുന്ന ദൈവകൃപയ്ക്കായി എല്ലാവരും ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തിന്റെ ജനമാണ്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ
അവർക്കുണ്ടായ ഒരു തോന്നലിന്റെ പിന്നിൽ 12 ഗോത്രവും ഒരുപോലെ നിന്ന് നൃത്തം ചെയ്യുമ്പോ ദൈവം അതിൽ നിന്ന് വേർതിരിക്കാൻ ഇറങ്ങി വരികയാണ്. നമ്മൾ ഈ തോന്നലുകളുടെ മുമ്പിൽ കിടന്ന് ചാടിയിട്ട് കാര്യമില്ല. ദൈവം തരുന്ന നിർണയത്തിൽ വേർപെടുമ്പോഴാണ് ദൈവികമായ വിടുതൽ വെളിപ്പെട്ടു വരുന്നത്. ഹല്ലേലൂയ. തോന്നലുകളുടെ മുമ്പിൽ നിൽക്കാൻ ഭൂരിപക്ഷം കണ്ടേക്കാം, പക്ഷെ ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പിൽ വരാൻ അധികം പേര് കാണില്ല. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗോത്രം മാത്രമെന്ന് വേർതിരിഞ്ഞുള്ളൂ. അതൊരു ദൈവിക ഇടപെടലാണെന്നറിയണം. ഇന്ന് പകൽ എന്റെ കർത്താവേ, എന്നെ ആ ഗണത്തിലാക്കണമേ എന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ അകത്ത് പ്രതിവചിക്കാൻ തോന്നുന്നെങ്കിൽ അവരൊക്കെ അകത്തൊന്ന് പറയട്ടപ്പോ, ഞാൻ ഈ ഇടകലിരുന്ന ജനത്തിന്റെ ഇടയിലാകരുത്. അങ്ങയുടെ ശബ്ദത്തിന് വേറിട്ട് നിൽക്കുന്ന ഗണത്തിലാകാൻ, അങ്ങയുടെ ശബ്ദത്തെ അനുസരിച്ച് മാറുന്ന ഗണത്തിലാകാൻ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് അകത്ത് പറയുന്നവർക്ക് ഞാൻ എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാ. ഹല്ലേലൂയ. അങ്ങനെ മാറുന്നവരുടെ കയ്യിൽ ഇതുവരെ കാണാത്ത ചില പ്രമാണങ്ങളും, അങ്ങനെ മാറുന്നവരുടെ മേൽ ഇതുവരെ ലഭിക്കാത്ത പുതിയ ആത്മീയ അനുഭവങ്ങളും, പുതിയ തേജസ്സിന്റെ അനുഭവങ്ങളും, പുതിയ അങ്കികളും എന്റെ ദൈവം തരുമെന്ന് ഈ പകൽ ദൂത് പറഞ്ഞാൽ എത്ര പേരത് വിശ്വാസത്തെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജയം. നീ വേർപെട്ട് നിൽക്കേണ്ടിടത്ത് വേർപെട്ട് നിന്നാൽ നിനക്ക് വേണ്ടി ദൈവം പുതിയ ചില അങ്കികൾ ദൈവം നിർമ്മാണം ചെയ്യുമെന്നറിയണം. സ്തോത്രം, സ്തോത്രം. എല്ലാം അറിയുന്നൊരു ദൈവത്തെയാണ് അവർ ആരാധിച്ചു വരുന്നത്. പക്ഷെ ഈ വാക്യങ്ങളൊക്കെ പറയുന്നത് വരെ ഒരു കൂട്ടത്തെ ഞാനൊരു പുരോഹിത ഗണമാക്കുമെന്നോ ഇങ്ങനെ ഒരു പദ്ധതികൾ ഉണ്ടാകുമെന്നൊന്നും ദൈവം അതിനു മുമ്പ് ഒരു വാക്കുകൊണ്ട് പോലും പറഞ്ഞിട്ടില്ല. അവരെ വാഗ്ദത്ത കനാനിലേക്ക് പോകാൻ വിളിച്ചിറക്കി മാറ്റിയതല്ലാതെ ഇതിന്റെ ഇടയിൽ വെച്ച് ഒരു ഗോത്രത്തെ ഞാൻ പുരോഹിത ഗോത്രമാക്കുമെന്നോ ഒരു ഗോത്രത്തെ ഞാൻ ആരാധനയ്ക്ക് വേർതിരിക്കുന്നൊന്നും ദൈവം ഒരിടത്തും പറഞ്ഞിട്ടില്ല. അത് വെളിപ്പെട്ടത് ആമേൻ ലേവി ഗോത്രത്തിന്റെ ഉള്ളിൽ വചനത്തോട് പ്രതികരിച്ചപ്പോൾ ദൈവം പ്രസാദം തോന്നി അവന്റെ മേൽ പകർന്നതാ. മനസ്സിലായില്ലെന്ന് തോന്നുന്നു, മനസ്സിലായി വരുന്നെങ്കിൽ വരട്ടെ. ഞാൻ ഒന്നും കൂടെ പറയുന്നു, ചിലതൊക്കെ കൃപ നിന്റെ മേൽ ചൊരിയാൻ കാത്തു നിൽക്കുകയാണ്. അത് നിന്റെ സമർപ്പണത്തിന്റെ മേൽ, വചനത്തോടുള്ള നിന്റെ പ്രതികരണത്തിന്റെ മേൽ, ദൂതിനോടുള്ള ബന്ധപ്പെട്ട് നിന്റെ വിധേയപ്പെടലിന്റെ പിന്നിലാണ് മറഞ്ഞിരിക്കുന്ന ചില മന്ന വരുന്നത്. ഹല്ലേലൂയ. ഓ, എനിക്ക് ആ വാക്ക് ഒരു പുതുക്കം പോലെ തോന്നുന്നു. അതുകൊണ്ട് എന്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ വീണ്ടും ദൈവഗീതത്തിന് ഏൽപ്പിക്കുന്നു. ഇന്ന് പകലും മറച്ചു വച്ചിരിക്കുന്ന ചില ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ നമ്മളെ അണിയിക്കേണ്ടതിന് വചനത്തോട് പ്രതികരിക്കാൻ ലേവ്യരെ പോലെ ഈ പകൽ ചിലത് തയ്യാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് ആ ദൂതിനെ ഗ്രഹിച്ചാരാധിച്ച് എന്റെ ദൈവം മറച്ചു വെച്ച ചില ആകരകൾ അവൻ ഒരുക്കുകയാ. Hallelujah. Hallelujah. ഈ പകൽ വചനത്തോട് പ്രതികരിച്ച്, നീ ദൈവത്തോട് പ്രതികരിച്ച് ദൈവാലോചന സമർപ്പിച്ചാൽ അസാധാരണമായ ചില വിടുതൽ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഈ പറഞ്ഞ വാക്കൊന്നും കൂടെ ഞാൻ ആവർത്തിക്കട്ടെ. ദൈവം മുൻകൂട്ടി പറഞ്ഞിരുന്നില്ല ഇന്ന ഗോത്രത്തിന് ഞാൻ പുരോഹിത ശുശ്രൂഷ കൊടുക്കുമെന്ന്. അതുവരെ ദൈവം പറഞ്ഞില്ല. ദൈവം അത് മറച്ചു വെച്ചൊരു രഹസ്യമാണ്. ഇപ്പോൾ ഇത് അവിടെ ഉണ്ടായ ഒരു തെറ്റായ തോന്നലിൽ ഉണ്ടായ ആ അന്തരീക്ഷത്തിനകത്ത് ദൈവം തന്റെ കൃപ വെളിപ്പെടുത്താൻ ഒരവസരം ദൈവം ഒരുക്കിക്കൊണ്ടുവരിക.
സ്തോത്രം. നിങ്ങൾക്കത് ഞാൻ എൻ്റെ ഉള്ളിൽ വരുന്ന ആശ അതുപോലെ നിങ്ങൾക്കും കൂടെ മനസ്സിലായില്ലേ? ദൂതന്റെ ബലം നിങ്ങൾക്കുണ്ടാകുകയുള്ളൂ. സ്തോത്രം സ്തോത്രം. ഇപ്പോൾ ഒരു വേണ്ടാത്ത ഒരു തോന്നൽ 12 ഗോത്രത്തിലും ഉണ്ടായി. ആരാണ് കാളക്കുട്ടി ഉണ്ടാക്കാൻ പറഞ്ഞെന്നറിയില്ല. എല്ലാവരും കൂടെ ചെന്ന് പറയുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് ആര് തന്നെയാ? ഈ ലേവി ഗോത്രത്തിലെ അഹരോൻ തന്നെയാ. അപ്പോൾ അവനും തെറ്റുകാരനായി നിൽക്കുകയാ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മുഴുവൻ പേരും ദൈവത്തിന്റെ മുമ്പിൽ തെറ്റുകാരായി നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൊരു കൃപ കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് പ്രസാദം തോന്നിയെന്ന്. ഹല്ലേലൂയ. ചെറുടെ പറഞ്ഞാൽ എന്റെയോ നിങ്ങളുടെയോ ഏതെങ്കിലും ഭക്തി കണ്ടിട്ടല്ല, നമ്മുടെ ബലഹീനത കണ്ടിട്ട് വിട്ടുമാറാത്തൊരു കൃപ നിന്റെ അകത്ത് തരാൻ ഇഷ്ടപ്പെടുന്നൊരു ദൈവം ഈ സഭായോഗത്തിലും തന്റെ ആത്മാവിൽ വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ കൃപയ്ക്കായി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഈ കൃപയൊന്നുമേ യോഗ്യത കൊണ്ട് വരുന്നതല്ല. കൃപയ്ക്ക് പൊതുവായി പറയുന്ന ഒരർത്ഥമുണ്ട്, പല അർത്ഥങ്ങളുണ്ട്. അതിൽ പൊതുവായി കേൾക്കുന്ന ഒരർത്ഥം അർഹതയില്ലാത്തവന് കിട്ടുന്ന ദാനമെന്നാണ് കൃപയ്ക്ക് പറയുന്നത്. ഇപ്പോൾ ഈ 12 ഗോത്രവും ദൈവത്തിന്റെ മുമ്പിൽ കുറ്റക്കാരാ. ചെറുടെ പറഞ്ഞ നീതിയുള്ള ദൈവത്തിന്റെ മുമ്പിൽ ന്യായവിധിക്ക് യോഗ്യരാണ്. തന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കാത്ത, സ്വഭാവത്തിന് മാറ്റമില്ലാത്ത, തീഷ്ണതയുള്ള ദൈവത്തിന്റെ മുമ്പിൽ ഇവരെല്ലാം ഒരു നിമിഷം കൊണ്ട് ചത്തു വീഴേണ്ടവരാ. മോശയോട് ഒരിക്കൽ ദൈവം തന്നെ പറഞ്ഞില്ലേ, നീ എന്നെ വിട്, ഞാൻ അവരെ മുഴുവൻ നശിപ്പിച്ചിട്ട് നിന്നെ ഞാൻ കൊണ്ടുവരാം. അപ്പോൾ എല്ലാറ്റെയും കൂടെ നശിപ്പിക്കാൻ അധികാരവും ശക്തിയുമുള്ള ദൈവം ഇപ്പോൾ അവന്റെ നീതിയുടെ മുമ്പിൽ ഈ ജനം നശിക്കേണ്ടതാണ്. പക്ഷെ ആ നാശത്തിന്റെ ഇടയിൽ നിന്ന് കൃപ കേട്ട് പുറത്തു വരാൻ ഒരു വഴി ദൈവം തുറന്നു കൊടുക്കുകയാണ്. അല്ലോ മനസ്സിലാകുന്നു? എനിക്ക് തന്നെ കുറച്ചൊക്കെ പിടികിട്ടി വരുന്നുള്ളൂ. ദൂതൊരു നമുക്ക് ഈ സംഭവം അറിയാം, പക്ഷെ പറയുന്ന ആശയം ഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ മുഴുവൻ പേരും ശിക്ഷാവിധിക്ക് യോഗ്യമായി നിൽക്കുമ്പോ എൻ്റെ ദൈവം ആ 12 ഗോത്രത്തിനും മുഴുവൻ കൂട്ടത്തിനും ഒരുപോലെ ഒരു കൃപ കാണിക്കാൻ എൻ്റെ ദൈവം അവിടെ ഒരു വഴി തുറന്നുകൊണ്ട് വരികയോ. എല്ലാവർക്കും പാപം ചെയ്ത് എല്ലാവരും നഷ്ടപ്പെട്ട് കിടക്കുക. പക്ഷേ അതിനകത്ത് ഒരു ഗോത്രത്തിനല്ല, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ 12 ഗോത്രത്തിൽ നിന്ന് വേണമെങ്കിൽ മാറാമായിരുന്നല്ലേ? 12 ഗോത്രക്കാർക്കും വേണമെങ്കിൽ മാറായിരുന്നു. പക്ഷേ അവരുടെ ഉള്ളിൽ വചനം പരിവർത്തിക്കാതെ വന്നപ്പോൾ, ഒരു ഗോത്രത്തിൽ വചനം പരിവർത്തിച്ചപ്പോൾ അവരിപ്പ മാറി നിൽക്കുകയോ. മഹാപാപം ചെയ്ത അഹരോനും ആ കൃപയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയോ. ഇന്ന് പകൽ പാപം പെരുകിയെടുത്ത് അവന്റെ കൃപ അത്യന്തം പെരുകിയെന്ന് പുതിയ നിയമം പറയുന്നത് പോലെ ഇന്ന് പകല് ചിലതിനോട് അധിക കൃപ കാണിക്കാൻ എന്റെ ദൈവത്തിന്റെ കടാക്ഷം ഈ സഭയുടെ നടുവിൽ വെളിപ്പെടുന്നതിനാൽ എന്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. 12 ഗോത്രത്തിനും ഒരുപോലെ കൃപ കാണിക്കാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാത്തിനും നേരെ വിരച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്ന് നിന്റെ കൃപ നീ പ്രാപിച്ചെടുക്കണം. അത് നിന്റെ സമർപ്പണത്തിന്മേലായിരിക്കുന്നത്, നിന്റെ ഭക്തിയിലല്ല അതിപ്പോ ഇരിക്കുന്നത്. ദൈവം ഒരു കൃപയുടെ വാതിൽ ആ സമൂഹത്തിന് തുറന്നിരിക്കുക. യഹോവയുടെ പക്ഷത്തുള്ള ഇന്ന ഗോത്രക്കാർ മാറട്ടെ എന്ന് പറഞ്ഞാൽ ദൈവം ഒരാൾക്ക് മാത്രമേ കൃപ കാണിച്ചുള്ളൂ നമുക്ക് പറയാം. എന്നാൽ ഒരു പൊതുവായ ദൂത, യഹോവയുടെ പക്ഷത്തുള്ളവൻ. ഇതിൽ നിന്ന് വേണേൽ രൂപൻ ഗോത്രക്കാർക്ക് മാറായിരുന്നു, ഇവിടെ വേണമെങ്കിൽ യഹൂദ ഗോത്രക്കാർക്ക് മാറായിരുന്നു, ഇവിടെ വേണേൽ ശിമയോൻ ഗോത്രക്കാർക്ക് മാറാമായിരുന്നു, ബാക്കി 12 ഗോത്രക്കാരിൽ നിന്നും വേണമെങ്കിൽ മാറായിരുന്നു. പക്ഷെ ദൂതിനോട് പ്രതികരിച്ചത്, സമർപ്പിച്ചത് ലേവി ഗോത്രം മാത്രമായി. ആ ലേവി ഗോത്രത്തിന്റെ മേൽ ദൈവം തന്റെ കൃപയുടെ കടാക്ഷം ഔദാര്യമായി പകരാനിടയായി.
ഇന്ന് പകൽ ഈ സഭാമധ്യേ അവന്റെ കൃപ അളവില്ലാതെ പകരുമ്പോൾ അതിനെ നിന്റെ ഇടപാട് കൊണ്ട് നീ തകർത്ത് കളയല്ല. നീ സമർപ്പിച്ച് ആ കൃപ സ്വീകരിക്കാൻ ഇന്ന് പകൽ അനുവദിക്കപ്പെടുന്നവർക്ക് ഞാൻ എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കും. നന്ദി. പഴയ നിയമത്തിന്റെ ഒരു പൊതു പശ്ചാത്തലം പഠിച്ചു വരുമ്പോ ആദിജാതന്മാർക്കാണ് ഈ രാജകീയ അവകാശവും പുരോഹിത അവകാശമൊക്കെ. വചനത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഇവിടം വരെ, ഇപ്പൊ ഈ പറയുന്ന സംഭവം വരെയൊക്കെ ദൈവം വെച്ചിരുന്നത് ആദിജാതന്മാർക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആദിജാതൻ അല്ലല്ലോ ലേവി, ഇവിടുത്തെ രൂപേനാണ് ആദിജാതൻ അല്ലേ? അവനും ഒരിടത്ത് ശാപം കയറി വരുന്നവനാ. ഇവിടെ ലേവിയും അപ്പനാൽ ശാപം പേറിയവനാ. കേൾക്കണേ വാക്ക്. രൂപേൻ ഒരു പ്രവൃത്തിയുടെ ദോഷം നിമിത്തം അപ്പൻ അവനെ ശപിച്ചു. യാക്കോബ് രൂപേനെ ശപിച്ചു. സ്വത്ര നീ നീ വെള്ളം പോലെ തുളുമ്പുന്നവനാണെങ്കിലും നീ എന്താകില്ല, നീ ശ്രേഷ്ഠനാകില്ല. അതൊരു ശാപം കിടക്കുക. ശിമയോനും ലേവിയും സാഹസത്തിന്റെ ആയുധം ധരിച്ചവർ. അവൻ അന്യര് നിർദോഷികളായിരുന്നവരെ കൊന്നുകളഞ്ഞതിനാൽ അവരുടെ മന്ത്രണത്തിൽ ആരും കൂടരുത്, അവരുടെ യോഗത്തിന് ആരും ചേരരുത് എന്ന് പറഞ്ഞ് അപ്പൻ ഈ ലേവിയും കൂടെ ചേർത്ത് ശപിച്ചത്. അപ്പൊ ലേവിയുടെ മേല് ശാപമുണ്ട്, രൂപന്റെ മേല് ശാപമുണ്ട്. ഇനി ഞാൻ ഇച്ചിരി എൻ്റെ ഒരു ഭാഷയിൽ ഒരു പ്രേരണയിൽ ഒരു വാക്കും കൂടെ പറയാ. യോസപ്പിന്റെ ഒരു ഗ്രഹമുണ്ട്. അത് അപ്പനാൽ ഒത്തിരി അനുഗ്രഹം കിട്ടിയ ഗോത്രമാ യോസപ്പ്. പക്ഷെ ഇവിടുത്തെ ഈ വിഷയത്തിൽ യോസപ്പ് ഗ്രഹത്തിനും മാറി നിൽക്കാൻ കഴിഞ്ഞില്ല. ഒത്തിരി അനുഗ്രഹം ജഡത്തിലെ അപ്പനാൽ കിട്ടിയവനും ജഡത്തിലെ അപ്പനാൽ ഒത്തിരി ശാപം കിട്ടിയവരും എല്ലാം കൂടെ ഇടകലർന്ന് കിടക്കുമ്പോൾ ദൈവത്തിന്റെ മഹാകൃപ ആ സമൂഹത്തിന്റെ മേൽ വന്നിട്ട് പൊതുവായൊരു ദൂത് പറയുക, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. ഇന്ന് പകൽ ഇടകലർന്ന് കിടക്കുന്നതിന്റെ നടുവിൽ നിന്ന് ഒരു ദൂത് നിന്നെ വിടുവിക്കാൻ വരുമ്പോൾ ആ ദൂതിനോട് മറുതലിക്കാതെ പ്രതികരിക്കാൻ നീ അറിയാത്ത നന്മകൾ, അറിയാത്ത ജയങ്ങൾ ലേവിക്ക് കിട്ടിയതുപോലെ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരം തട്ടിയ ദൈവത്തെയും ആരാധിക്കോ. നീ കൃപ കൊണ്ടെന്ന് പുതിയപ്പെട്ടോ. പരിശുദ്ധാത്മാവ് അസാധാരണമായ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് ഞാൻ മഹത്വം അർപ്പിക്കും. സ്തോത്രം, സ്തോത്രം. അപ്പോ അപ്പനിൽ നിന്ന് കിട്ടിയ ശാപം ഒരു ഭാഗത്ത് കിട്ടിയവർ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അനുഗ്രഹം ലഭിക്കപ്പെട്ടവർ, ശ്രേഷ്ഠ അനുഗ്രഹവും സാധാരണ അനുഗ്രഹം കിട്ടിയവരും ഒക്കെ അതിനകത്ത് കിടക്കുമ്പോ ദൈവം മനുഷ്യന്റെ വാക്ക് കേട്ട് ആരെയും തെരഞ്ഞെടുക്കാനോ മനുഷ്യന്റെ വാക്ക് കേട്ട് ആരെയും തള്ളിക്കളയാനോ എന്റെ ദൈവം മുഖപക്ഷം കാണിക്കുന്ന ദൈവമല്ല. സാഹചര്യം നോക്കി മനുഷ്യർ അനുഗ്രഹിക്കുകയും ശപിക്കുകയും ചെയ്തെന്ന് വന്നേക്കാം. അതൊക്കെ മനുഷ്യന്റെ സ്വഭാവമാണ്. സാഹചര്യം നോക്കി ചിലപ്പോ അനുഗ്രഹിച്ചെന്ന് വന്നേക്കാം, സാഹചര്യം നോക്കി ചിലപ്പോ ശപിച്ചെന്ന് വന്നേക്കാം. എന്നാൽ സാഹചര്യം നോക്കി ശാപം പറയാനോ അവൻ അനുഗ്രഹം പറയാനോ വരുന്ന ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്. അവൻ മുഖപക്ഷം കൂടാതെ കൃപ കാണിക്കുന്ന ദൈവം, അവൻ പാപികളോട് ദയ കാണിക്കുന്ന ദൈവം, തന്റെ വചനത്തുമ്പിൽ വിറയ്ക്കുന്ന ഏവനോടും അവൻ കടാക്ഷം കാണിക്കുന്ന ദൈവം. എല്ലാവരോടും വീണ്ടും ആ വാക്യം ഞാൻ എടുത്തു പറയുക. സ്തോത്രം. 12 ഗോത്രത്തിൽ നിന്ന് ആർക്ക് വേണമെങ്കിൽ ഇത് സ്വായത്തമാക്കാം. ഇത് നിന്റെ വിടുതലിന്റെ സമയം. 12 ഗോത്രത്തിനും ഇപ്പോൾ ഒരു വിടുതൽ ദൈവം ഒരുക്കുന്ന സമയം. ഒരു വാക്കേ ഉള്ളൂ, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ.
ഒറ്റ വാക്കുകൾ, ഒത്തിരി പ്രസംഗമൊന്നും മോശ പറഞ്ഞില്ല. ഒറ്റ വാക്കിന് മുമ്പിൽ അകത്താത്മാവ് ഇടപെട്ടപ്പോൾ അവന്റെ പാരമ്പര്യമായി വീണ് കിടക്കുന്ന ശാപങ്ങളെല്ലാം എൻ്റെ ദൈവത്തിന്റെ കൃപയാൽ അവനിൽ നിന്ന്, ലേവിയിൽ നിന്ന് ദൈവം അഴിച്ചു കളയാനിടയാൽ ഇന്ന് പകൽ നീ വചനത്തോട് മറുതലിക്കാതെ വചനത്തോടെ സമർപ്പിച്ചെടുത്ത് ചില ശാപങ്ങളെ മാറ്റി, ചില പാപങ്ങളെ ക്ഷമിച്ച് നിന്റെ കൃപ പകരാൻ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് കഴിയുമെന്ന് ഈ വചനം കൊണ്ട് ദൈവം ഇടപെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വന്ന് എല്ലാവർക്കും ഇന്ന് ഒരു കൃപ ദൈവം അവിടെ വെച്ചിട്ടുണ്ട്. അത് നിന്റെ പ്രതികരണം കൊണ്ടാ നീ നേടുന്നേ. നിനക്ക് വേണേ ഇത് ഉപേക്ഷിക്കാം. ഉള്ളിൽ പ്രേരണ തരുന്നെങ്കിൽ വചനത്തോട് പ്രതികരിച്ച് സമർപ്പിച്ച് നിനക്ക് വിടുതൽ മാറിയെടുക്കാം. നീ ദൂതനോട് സമർപ്പിച്ചാൽ ഒരു മാറ്റം ഉണ്ടല്ലേ. അതുകൊണ്ടല്ലേ പറഞ്ഞേ എന്റെ അടുക്കൽ മാറി നിൽക്കട്ടെ, എന്റെ അടുക്കലോട്ട് മാറി. അതിന്റെ അർത്ഥം മോശ ഇടകലർന്നിട്ടില്ല. എല്ലാം കൂടെ ഇടകലർന്ന് കിടക്കുമ്പോഴും അതിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന മോശ ആ കൂടെ ചെന്ന് ജയ് വിളിക്കാൻ പോയില്ല. നമ്മളിലൊക്കെ ചില മോശമാരുടെ അബദ്ധം, പലര് ജയ് വിളിക്കുന്ന കാണുമ്പോ പിന്നെ മുൻപിൻ നോക്കാതെ കേറി നിന്നങ്ങ് ജയ് വിളിക്കുക. ഇവ കുഞ്ഞെ, നിന്റെ വിളിയും തെരഞ്ഞെടുപ്പ് നീ ഉറപ്പാക്കണം. ആരല്ല എന്തെല്ലാം കാണിച്ചാലും നിന്റെ വിളിയും തെരഞ്ഞെടുപ്പ് നീ ഉറപ്പാക്കണം. നിന്റെ പ്രമാണം നീ കാക്കണം, നിന്റെ വ്യവസ്ഥ നീ കാക്കണം, നിനക്ക് ലഭിച്ച കൃപ നീ സൂക്ഷിക്കണം. എങ്കില് ദൈവത്തിന് നിന്നിലൂടെ പ്രവർത്തിക്കാൻ പറ്റൂ. മാറി നിൽക്കാത്തവന് എന്തു പറയാൻ പറ്റും? അപ്പൊ മോശ ഇടകലരാതെ നിൽക്കുക. ഒരു നാട്ടുചൊല്ലു പോലെ നാടോടുമ്പോ നടുവേ ഓടണമെന്ന് പറയുന്ന പ്രമാണം ദൈവമക്കൾക്ക് പറ്റുന്നതല്ല. ഇവിടെ ഇപ്പൊ ഭൂരിപക്ഷമല്ല, മുഴുവൻ മോശ ഒഴികെ ബാക്കിയല്ല മറുപക്ഷത്ത് നിന്ന് വേറെ എന്തൊക്കെയോ താളമേളങ്ങളാൽ അവരുടെ മനസ്സിൽ ദൈവത്തെ ആരാധിക്കുക. പക്ഷെ ആരാധന ദൈവം കൈക്കൊള്ളുന്നില്ലെന്ന്, ആരാധന സ്വീകരിക്കേണ്ട ദൈവം മോശയ്ക്ക് വെളിപ്പാട് കൊടുത്തിട്ട് മോശയെ താഴേക്ക് ഇറക്കി വിടുക. ഇറങ്ങി വന്നിട്ട് മോശ അതിനോട് ഇടകലർന്നില്ല. എന്റെ മക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നീ ഇടകലരരുത്. നിന്റെ പ്രമാണത്തെ നീ സൂക്ഷിച്ച വേറിട്ട് നിൽക്ക്. ഇന്ന് നീ ഒറ്റയ്ക്കായിരിക്കും, പക്ഷെ നാളെ ദൈവം നിന്റെ സ്ഥിതി മാറ്റും. നമ്മൾ ആരംഭത്തിൽ കേട്ട ദൂത് പോലെ 4 പേർ വേർപെട്ടെങ്കിൽ പിന്നത്തേത് അവരോട് കൂടെ രാജ്യം മുഴുവൻ വരത്തക്ക പോലെ ദൈവ കാര്യം ധരിച്ചില്ലേ? മനസ്സിലായോ പറഞ്ഞ വാക്ക്? ആദ്യം അവർ 4 പേരേ ഉള്ളൂ പ്രമാണം സൂക്ഷിക്കാൻ. എന്നാൽ അധ്യായം മുന്നോട്ട് പോയി കഴിയുമ്പോ 2 പരിശോധന കഴിഞ്ഞപ്പോ ദാനിയേലിന്റെ ദൈവത്തെ അല്ലാതെ, ഈ തന്റെ ശരീരം ചുട്ടുകളയാൻ ഏൽപ്പിച്ചു കൊടുത്ത ആ എബ്രായ ബാലന്മാരുടെ ദൈവത്തെ അല്ലാതെ ഇനി ആരും ഇവിടെ സേവിക്കരുതെന്ന് പറഞ്ഞ് രാജ്യം മുഴുവൻ അവരുടെ പിന്നാലെ വരാൻ ദൈവ സംഗതി വരുത്തിയെങ്കിൽ ആരംഭം നീ ഒറ്റയ്ക്കായിരിക്കും, ആരംഭം നീ ഒറ്റപ്പെട്ടെന്ന് തോന്നുന്നു. പക്ഷെ വിശ്വാസം കാത്താൽ നാളുകളിൽ ജയം തരാൻ നാം ആരാധിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ചോദിക്കും. ഹല്ലേലൂയ. അപ്പൊ മോശ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുക. ഒറ്റയ്ക്ക് നിന്നാൽ അവന്റെ വായിൽ ദൈവശബ്ദമുണ്ട്. ഇന്ന് പകൽ അതായിരിക്കണം നിന്റെ ബലം, അതായിരിക്കണം നിന്റെ ധൈര്യം. ഒറ്റയ്ക്കാണേലും അകത്ത് വചനം ഉണ്ടെങ്കിൽ, ഒറ്റയ്ക്കാണേലും ദൂത് നിന്റെ അകത്തുണ്ടെങ്കിൽ നീ പിന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നെ യേശു കർത്താവിനെയും സാത്താനെയും ഒക്കെ ദൈവാത്മാവ് ഓർപ്പിക്കുക. ഈ സാത്താനും യേശു ഒറ്റയ്ക്കൊറ്റയ്ക്ക. ഇപ്പം അല്ലേ, പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ആ സാത്താന്യ ലോകം മുഴുവൻ പരീക്ഷയ്ക്കിപ്പം വന്നേക്കുക ഇവനെ വീഴ്ത്താൻ. പക്ഷെ ഒറ്റയ്ക്കായ യേശുവിന്റെ ഉള്ളിൽ നിന്ന് വന്നതെല്ലാം വചനമാണ്. നീ ഒറ്റയ്ക്കായാലും പറയാനകത്ത് വചനം ഉണ്ടെങ്കിൽ സാത്താന്റെ പരീക്ഷകൾ നിന്റെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കും.
എണ്ണി എണ്ണി കയറി വരുന്ന ചില പരീക്ഷകൾ, വേറിട്ട രൂപത്തിലും ഭാവത്തിലും കയറി വരുന്ന ചില വെല്ലുവിളികൾ, ഇന്ന് പകൽ മുട്ടുമടക്കിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിച്ചു വരുന്നത്. അകത്തു വചനമുണ്ടെങ്കിൽ ചിലത് നിന്റെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കും. ഹല്ലേലൂയ. ഞാൻ എല്ലാവരോടും ചോദിക്കുന്നത്, അകത്ത് വല്ലപ്പോ ഈ വചനം വല്ലതും കത്തുന്നുണ്ടോ? അകത്തെ നിനക്ക് വചനം വല്ലതും കയറി വരുന്നുണ്ടോ? നീ തനിച്ച് നടക്കുമ്പോൾ, നിന്റെ ജോലിയിടങ്ങളിൽ, നീ ജീവിക്കുന്ന മേഖല എവിടെയാകട്ടെ, ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ ഒരു വചനം കയറി വരുന്നുണ്ടെങ്കിൽ നീ ഭാഗ്യവാനാണ്. വചനം അകത്തുള്ളവനെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല, ഒരു ശക്തിക്കും സാധ്യമല്ല. യേശുവിനെ ഇപ്പോ ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് യേശു വചനം പറഞ്ഞെന്ന് കണ്ടപ്പോ സാത്താനും ഇപ്പൊ വചനം കൊണ്ടൊക്കെ ഇറങ്ങി, സാത്താനും. പക്ഷേ ബൈബിളിൽ നിന്നാണെങ്കിൽ പോലും നീ സകലത്തെയും വിവേചിക്കണം. ആത്മാവൊക്കെ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് നിങ്ങൾ വിവേചിക്കണമെന്ന് ബൈബിള് നമുക്ക് അനുവാദവും അധികാരവും തരിക. ഒരാൾ ഈ ബൈബിളിൽ നിന്ന് പ്രസംഗിച്ചെന്ന് പറഞ്ഞ് എല്ലാം നീ വിഴുങ്ങിക്കൊണ്ട് പോകരുത്. അത് ഏതാത്മാവിൽ പറഞ്ഞുവെന്ന് നീ ഒന്നും കൂടെ വിവേചിക്കണം. ഇപ്പൊ സാത്താൻ തന്നെ ബൈബിളിൽ നിന്ന് പറയുക, പക്ഷേ സ്വർഗീയ പിതാവിൽ നിന്ന് തന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന വചനം യേശു അങ്ങോട്ട് പറയുമ്പോൾ അവന്റെ ആയുധപ്പുരകൾ ഒന്നൊന്നായി ഇടിഞ്ഞു വീഴുകയാണ്. നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് യേശു പരീക്ഷമെടുത്ത് ഓടിപ്പോയെന്നല്ല, സാത്താൻ സകല പരീക്ഷയും തികച്ചിട്ട് അവനെ വിട്ടുമാറിപ്പോയി. ആശയം മനസ്സിലായോ? സ്വോത്രം. പരീക്ഷിക്കാൻ ഇവൻ കൊണ്ടുപോയെ, അവൻ രണ്ടിലൊന്ന് കാണിക്കാന്ന് പറഞ്ഞ പോയെ. അങ്ങനെ ഒരു വെല്ലുവിളി ഈ സഭയ്ക്കകത്ത് കയറി നിൽക്കുന്ന പോലെ പരിശുദ്ധാത്മ ഇപ്പോൾ ഉള്ളിൽ തരുകയാ. രണ്ടിലൊന്ന് കാണിച്ചു തരാ. ഇന്ന് പകൽ നീ ഒന്നും കാണിക്കില്ല. സഭ ദൈവത്തിൻ്റെതാണെങ്കിൽ സഭയെ നിലനിർത്താൻ എന്റെ ദൈവ ശക്തവനാണ്. എന്റെ ദൈവം തന്റെ മക്കളെ പരിപാലിക്കാൻ എന്റെ ദൈവ ശക്തവനാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വചനത്തിൽ ആശ്രയിച്ച് പിശാചിനോട് എതിർക്കാൻ അകത്ത നിയോഗമുണ്ടെങ്കിൽ ആത്മാവിൽ ആരാധിച്ച് ആ ഇരുട്ടിന്റെ ശക്തിയെ ശാസിക്ക്. യേശുവിന്റെ നാമത്തിൽ വെല്ലുവിളി പോലെ കയറി വരുന്ന, വെല്ലുവിളി പോലെ വ്യാപരിച്ചു വരുന്ന ചില ശക്തികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വോത്രം. യേശു പരീക്ഷമെടുത്ത് ഓടി നല്ലടാ വെച്ച് എഴുതിയേക്കുന്നേ. അകത്തു വചനമുള്ളവൻ ഒരിടത്തും തോക്കില്ലെന്ന്, അകത്തു വചനമുള്ളവൻ ഒരിടത്തും മുട്ടുമടക്കില്ലെന്ന്. എവിടെ മുട്ടുമടക്കില്ല? സാത്താന്റെ തന്ത്രത്തിനു മുമ്പിൽ മുട്ടുമടക്കില്ല. ദൈവം മുമ്പിൽ മുട്ടുമടക്കും, വചനത്തുമ്പിൽ മുട്ടുമടക്കും. അല്ലാതെ കുതന്ത്രങ്ങളുടെ മുമ്പിൽ സാത്താൻ കൊണ്ടുവരുന്ന അവൻ ഓരോ പദ്ധതിയുടെ മുമ്പിൽ അകത്തു വചനമുള്ള മുട്ടുമടക്കാൻ എന്റെ ദൈവം അനുവദിക്കില്ല. നീ ഏത് പക്ഷത്താന്നൊന്ന് ശോധന ചെയ്യും. നീ ദൈവപക്ഷത്താണോ അതോ സാത്താൻ ഇടം കൊടുത്ത് മാറി നിൽക്കുകയാണോ? ആകരുത് കേട്ടോ, ആകരുത്. നീ ദൈവപക്ഷത്ത് നിൽക്കണം. ഇപ്പോൾ ഒറ്റപ്പെട്ടേക്കാം. യേശു കർത്താവ് ഇവിടെ ഒറ്റപ്പെട്ടു. ആരുമില്ല തന്റെ കൂടെ ഇപ്പോ, അല്ലേ? ആരുമില്ല. പക്ഷെ ഒരു നാളും കൈവിടില്ലെന്ന് പറഞ്ഞ പിതാവ് ആ പരീക്ഷാകാലത്ത് കൂടെ നിന്നു. നമ്മൾ ഈ 3 പരീക്ഷകളും 40 ദിവസം എന്നൊക്കെ പറയുമ്പോ 40 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഈ പരീക്ഷ. 40 ദിവസം ഉപവസിച്ചു, അതിന് ശേഷമാണ്. അപ്പോ ഈ 3 പരീക്ഷ വന്നതുകൊണ്ട് ഇതാ പോയി ഇതാ വന്നു എന്ന് പറയുന്ന പോലെ ഈ പരീക്ഷ തീർന്നെന്ന് വിശ്വസിക്കല്. ഇതിന് നാളുകളും സമയങ്ങളും എടുത്തു കാണും. ബൈബിൾ അത് വേണ്ട പോലെ വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം അതിന് പ്രകാശനമില്ല. എങ്കിലും വിശ്വസിക്കണം, ഇത് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ തീർന്നു എന്ന് വിശ്വസിക്കരുത്.
ഇവിടെ ഇപ്പോ സാത്താൻ കുറെ കാലഘട്ടം എടുത്ത് യേശുവിനെ പരീക്ഷിക്കുക. ഈ പരീക്ഷ കണ്ടിട്ട് യേശു ഓടിപ്പോയെന്നല്ല എഴുതിയിരിക്കുന്നത്, പരീക്ഷിക്കാൻ വന്നവൻ അവനെ വിട്ട് ഓടിപ്പോയി. ആ വാക്യം എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിച്ചോ, ലൂക്കോസില്. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവന് ഈ പകൽ ആ വചനത്തിന് എല്ലാവരും ഒന്ന് സ്വോത്രം ചെയ്ത്, ഈ പകൽ നീ അകത്ത് വചനം കാത്താൽ, നീ ദൈവശബ്ദത്തിന് ചേർന്ന് നിന്നാൽ, നിന്നെ പരീക്ഷിക്കുന്ന ചില ശക്തികൾ ഇന്ന് പകൽ നിന്നെ വിട്ടോടുന്ന പകലായിരിക്കും. അവനെ ദൈവം അകറ്റി കളഞ്ഞിരിക്കും. ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകുമെന്ന് എന്റെ ദൈവത്തിന്റെ തിരുവഴുത്താണെങ്കിൽ, അകത്ത് വിശ്വാസം കാക്കുന്നവരെ വലച്ചു കളയാൻ വേഷം കെട്ടി വരുന്ന എല്ലാ ദുര്യാപാരങ്ങളായ ഞങ്ങൾ ഇന്ന് പകൽ വചനത്തിന്റെ ശക്തിയാൽ ഭക്ഷിക്കുകയോ. ഹല്ലേലൂയ. യേശു അവിടുന്ന് ജയാളിയായി മടങ്ങി വരിക. അവിടെ എഴുതിയിരിക്കുക അടുത്തൊരു വാക്ക് എങ്ങനെയാ, അവൻ ആത്മാവിന്റെ ശക്തിയോടെ. യേശുവിന്റെ മടങ്ങി വരവ് എങ്ങനെയാ? പരീക്ഷ കഴിഞ്ഞപ്പോ ഏപ്പാടി വന്നെന്നല്ല, എല്ലും തോലുമായി വന്നെന്നല്ല, 40 ദിവസം ഉപവസിച്ചിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവൻ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? ഭക്ഷിച്ചിട്ടുമില്ല. അതിന്റെ ബലഹീനതയോടെ വന്ന നല്ല ആത്മാവ് എഴുതിയിരിക്കുന്നത്. വചനം അവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടപ്പോ എന്റെ ദൈവം അവനെ ശക്തീകരിച്ചിട്ട് ആത്മാവിന്റെ ശക്തിയോട് യേശു ഗലീല വിട്ടു മടങ്ങി. ഹല്ലേലൂയ. ഈ സഭായോഗം കഴിയുമ്പോൾ നീ ക്ഷീണിതനായിട്ടല്ല ഇവിടെ ഇറങ്ങേണ്ടേ, വചനത്താൽ ബലം പ്രാപിച്ച് പോരാട്ടത്തെ ജയിച്ചവനായി ആത്മശക്തിയോടെ മടങ്ങാൻ കൃപ തരുന്ന ദൈവത്തിന് എല്ലാവരും ചേർന്ന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഇനി ഞാൻ വേഗം വാക്കൊന്ന് പറഞ്ഞ് പഴയ ദൂതിലേക്ക് പോകാം. യേശു ഇപ്പോ അവിടുന്ന് വന്നിട്ട് അവൻ ഒരു പള്ളിയിലേക്ക് ചെല്ലുക. ഈ ഒറ്റപ്പെട്ടെന്നൊരു വാക്ക് കേട്ടില്ലേ? അവൻ ഒറ്റപ്പെട്ടവനെ ഇപ്പോൾ ഒരു കൂട്ടത്തിലേക്ക് ദൈവം ചെല്ലുക. പള്ളിയിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞു. അവന്റെ വാക്ക് ലാവണ്യ വാക്കെന്ന് പറഞ്ഞു. ആ പള്ളിയിൽ ദൈവം അവിടെ അത്ഭുതങ്ങൾ ചെയ്തു. സകലരും യേശുവിനെ ഭയപ്പെടത്തക്ക പോലെ ദൈവ കാര്യങ്ങൾക്ക് മാറ്റം വരുത്തുക. ഇന്നലെ നീ ഒറ്റപ്പെട്ടെന്നും, ഇന്നലെ നീ ആകെ തകർന്നെന്നും, ഇന്നലെ നീ സാത്താന്റെ വലയിൽ വീണുപോയെന്നും ആരൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ പ്രചരിപ്പിക്കുമ്പോൾ, ഇന്ന് പകൽ നീ ഒറ്റപ്പെട്ടവനല്ലെന്ന്, യഹോവ നിന്നോടുകൂടെ ഉണ്ടെന്ന്, കാര്യം ദൈവം തിരിക്കുമെന്ന്, ഒരു കൂട്ടത്തെ നിന്റെ കൂടെ കൊണ്ടുവരുമെന്ന് ഈ പകൽ വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് ആരാധന കൊടുക്കാം. ഹല്ലേലൂയ. ഒന്ന് രണ്ടിടത്തൊക്കെ ഒറ്റപ്പെട്ടതിന് ദൈവം ഒരു കൂട്ടത്തിന്റെ നായകനെ പോലെ ആക്കിയെന്ന് ഇപ്പൊ 2-3 ദൂത് വെളിപ്പെട്ടു. അതിൽ നമുക്ക് അഹരോനോടൊക്കെ ബന്ധപ്പെട്ട ദൂതിലേക്ക് പോകാം. അതിനകത്ത് ഒരു വാക്കും കൂടെ ഒന്ന് പറയാൻ താല്പര്യപ്പെടുക. ഇപ്പോൾ ഇതാ ഒറ്റപ്പെട്ടു പോയ ശാപഗ്രസ്തമായി നിന്ന് ആ 12 ഗോത്രത്തിന് നടുവിൽ ഇവനും സമശിക്ഷാവധിയിൽ കിടന്നവന്, പക്ഷെ ഒരു വിടുതലിന്റെ ശബ്ദം കേട്ടപ്പോൾ ആ ശബ്ദത്തെ സ്വീകരിക്കാൻ ലേവി ഗോത്രത്തിന്റെ ഉള്ളിൽ ആത്മാവ് പരിവർത്തിച്ചപ്പോൾ ദൈവത്തിന്റെ പ്രേരണയാൽ അവൻ അവരുടെ ഇടയിൽ നിന്ന് അല്പം മാറി നിന്നപ്പോ അതൊരു വിടുതലാക്കിയ ദൈവമാക്കി. ഹല്ലേലൂയ. അല്പം മാറാത്തവനെ ഒന്നും ദൈവം ഒന്നും ഉപയോഗിക്കില്ല. നീ എല്ലാറ്റിന്റെ ഇടയിൽ കിടന്നാൽ അവിടെ തന്നെ ഇരിക്കുക രക്ഷയുള്ളൂ. ചിലതിന്റെ ഇടയിൽ നിന്ന് നീ മാറണം. എനിക്ക് 2 ദൂത് പറയുമ്പോ തെളിയുക. ഒന്ന്, പത്രോസിന്റെ പടക്, അവിടെ പല പടകുണ്ട്. പത്രോസിന്റെ പടകിൽ കയറിയിട്ട് യേശു പറയാ അല്പം മാറ്റണം. അല്പം മാറ്റിയവനിൽ ദൈവം പ്രവർത്തിച്ചു. പഴയ നിയമത്തിൽ യേഹൂ എന്ന് പറയുന്നവൻ ഒരു കൂട്ടരുടെ നടുവിലിരിക്കുക. ദൈവം പറയുന്ന ദൂത് അവനെ അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഉൾമുറി കൊണ്ടുപോക. മാറിയവന് വിടുതൽ. ഇപ്പോൾ അടുത്തൊരു വാക്കും കൂടെ കേൾക്കുക. നമുക്കൊക്കെ അറിയാവുന്ന കാര്യ. അവൻ അബ്രഹാം പിതാവിനോട് എന്റെ ദൈവം പറയുക, നിന്റെ സ്വജനത്തെയും പിതൃഭവനത്തെയും വിട്ടുമാറുക.
എവിടെയൊക്കെ ദൂതിനോട് പ്രതികരിച്ച് ആരൊക്കെ അനുസരിച്ചോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടെന്നാണ് ഈ വചനം വെളിപ്പെടുത്തുന്നതെങ്കിൽ ഒറ്റപ്പെട്ടെന്ന് ആദ്യം തോന്നിയാലും ദൂതിനോട് പറ്റിച്ചേർന്ന് ദൈവത്തിന്റെ വാക്ക് കേട്ട് നീ അല്പം മാറി നിന്നാൽ നാളുകളിൽ നിന്നെ ആദരിക്കുന്ന ഒരു ദൈവകൃപയുണ്ടെന്ന് ഈ പകൽ പരിശുദ്ധാത്മാവാലോചന തരിക. ഇടകലരുന്നവനെ ദൈവത്തിന് വേണ്ട. നമുക്കെല്ലാം ഇങ്ങനെ എട്ട കലർന്ന് നിൽക്കാനാണ് ഇഷ്ടം. ദൈവത്തിന് വേണ്ടത് വേറിട്ട് നിൽക്കുന്നവന്. ഇന്ന് ആ ഗണത്തിൽ നിൽക്കാൻ ആളുണ്ടോ ഇവിടെ? അങ്ങനെ ഉണ്ടെങ്കിൽ നിന്നെ ദൈവം ആദരിച്ചിരിക്കും. അവിടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ, എന്റെ അടുക്കൽ വരട്ടെ എന്നുള്ള ആ ദൂതിന്റെ പിന്നിൽ ലേവ്യഗോത്രം മാറി. കുറെ പേരൊക്കെ ഇപ്പൊ നിന്ദിച്ചു കാണും. നമ്മുടെ കൂടെ ഇതുവരെ തുള്ളിയവൻ, ഇതുവരെ ചാടിയവൻ, ഇപ്പോൾ ഇതാ അവനൊരു ദൂതെന്നും പറഞ്ഞ് അവന്റെ പുറകെ ചാടിയൊക്കെ നമുക്ക് കാണാം. എന്നാലും നമ്മൾ 11 ഗോത്രം ഉണ്ടല്ലോ, നമുക്ക് കാണാമെന്ന് പറഞ്ഞു നിൽക്കേ ദൈവം ലേവിയുടെ കയ്യിൽ ചില നിയോഗങ്ങൾ ഏൽപ്പിക്കുക. ഹല്ലേലൂയ. വിവരിക്കാതെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നിങ്ങൾക്കും പറയുമ്പോ തന്നെ വെളിപ്പാട് കയറി വരുമല്ലോ. അവൻ ഇന്നു പകൽ നീ ദൈവദൂതനോട് പ്രതികരിച്ചിട്ട് നിന്ദിക്കപ്പെട്ടാൽ നീ അറിയാത്ത ചില വാളുകൾ ദൈവം നിന്റെ കൈ തരും. ഇതുവരെ ചെയ്യാത്ത ചില ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ ദൈവം നിന്നെ അധികാരപ്പെടുത്തും. അവൻ സ്വന്തം ജനത്തിന്റെ ഇടയിൽ തന്നെ ദൈവത്തിന്റെ ശക്തിയുടെ കരം വെളിപ്പെടുത്താൻ യഹോവ നിന്നെ ഉപയോഗിക്കും. ഹല്ലേലൂയ. അപ്പനെന്നോർക്കാതെ, അമ്മയെന്നോർക്കാതെ, മക്കളെന്നോർക്കാതെ, സഹോദരങ്ങളെന്നോർക്കാതെ യഹോവയുടെ വചനവുമായി അല്ലെങ്കിൽ വചനത്തോടുള്ള സ്നേഹം നിമിത്തം ലേവി ഒരു ദൗത്യം നിർവഹിച്ചപ്പോൾ 3000 പേർ അന്ന് പകൽ വീണു പോകാൻ ദൈവം ഇടയാക്കി. എന്റെ അഭിപ്രായം ഇപ്പൊ പറയാൻ പറ്റുന്നത് ആ 3000 ആയിരിക്കും ഈ കാര്യത്തിന് നേതൃത്വം കൊടുത്തു നിന്നത്. ഹല്ലേലൂയ. ആ 3000ത്തെയും ദൈവം വെട്ടിക്കളയാനിടയാ. ദൈവഹിതമല്ലാത്തതിന് ചുക്കാൻ പിടിച്ചാൽ ആ പിടിക്കുന്നവനെ തൊടുന്ന ഒരു കര ഉണ്ടെന്നല്ലേ സഭയോട് ഇന്ന് പകൽ ദൈവം ഇടപെടുന്നത്. നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം ദൈവമക്കളെ. നമുക്ക് ദൈവശബ്ദത്തോട് ചേർന്ന് നിൽക്കാം. അപ്പാകൊക്കെ നീക്കട്ടപ്പോ ഇവിടെ ഒരു ദൗത്യം ഇപ്പോ ദൈവം അവരെ വേർതിരിക്കുന്നു. ഒരു നിത്യ പൗരോഹിത്യം ദൈവം അവർക്ക് കൈമാറുന്നു. ഇപ്പോ അവന്റെ കൂട്ടത്തിൽ ആരും ചേരരുത് എന്ന് പറഞ്ഞവന്റെ അടുക്കൽ എല്ലാവരും ചെന്ന് പ്രാർത്ഥിക്കത്തക്ക പോലെ ദൈവ സ്ഥിതി മാറ്റിക്കൊണ്ടുവരുന്നു. വിവരിക്കാൻ സമയമില്ല. ഈ ദൂതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റെടുക്കുക, വേണമെന്ന് തോന്നുന്നെങ്കിൽ ഏറ്റെടുക്കുക. എൻ്റെ ദൈവം എന്നും ഒരുപോലെ നിന്നെ വിടില്ല. എൻ്റെ ദൈവം ചിലതിൻ്റെ ഇടയിൽ നിന്നെ ആദരിച്ചിരിക്കും. നീ ഏറ്റ ചില നിന്ദകൾ, നീ ഏറ്റ ചില അപവാദങ്ങൾ, നീ ഏറ്റ ചില ഒറ്റപ്പെടലുകൾ കാണാത്ത ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത്. അവൻ നിന്നെ പരസ്യമായി ആദരിച്ച് പരസ്യമായി നിന്നെ ബഹുമാനിക്കുന്ന ചില നാളുകൾ സഭാമധ്യേ വരുമെന്ന് അറിയുന്നവർക്ക് ഞാൻ ഈ പകലിന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. നമ്മൾ മുമ്പ് ഒരു വാക്ക് കേട്ടു. എന്നാ വാക്ക്? മറച്ചു വെച്ചിരിക്കുന്ന ചില അങ്കികൾ. പുറപ്പാട് പുസ്തകത്തിൽ ആരംഭത്തിലൊന്നും പറയാത്ത ചില അങ്കികളും ചില അവകാശങ്ങളും പുറപ്പാട് കൊണ്ട് തന്നെ തീർക്കാതെ ലേവ്യ പുസ്തകത്തിലും കൂടെ തെളിവായി എടുത്തെഴുതിയിട്ട് ആ വാക്കൊന്ന് കേൾക്കണം. അത് പറയാനാ ദൈവം എന്നെ നിർബന്ധിക്കുന്നേ. ഒരു മഹാപുരോഹിതന്റെ വിശേഷ അങ്കി. ഇത് നേരത്തെ മറഞ്ഞു കിടന്ന സംഭവം. പക്ഷെ ഒരു ദൂതന് ഒരു കൂട്ടം പ്രതികരിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞ് നിങ്ങളെല്ലാ ദൂതും മനസ്സിൽ വെക്കണേ. അഹരോനും പാപം ചെയ്ത് ആ പാപിയിൽ ഒന്നാമനാ നിന്നവന് പക്ഷേ ഒരു വാക്കിന്റെ മുമ്പിൽ കൃപയുടെ ഒരു വാക്ക് വെളിപ്പെട്ടപ്പോൾ ആ കൃപയിൽ ആശ്രയിച്ച് അവൻ ആ വചനത്തെ അംഗീകരിച്ച് അവൻ ഉണ്ടാക്കിയതിനെയൊക്കെ തള്ളിപ്പറഞ്ഞിട്ട് അവന്റെ ജനത്തിന്റെ സ്വീകാര്യങ്ങളെല്ലാം തള്ളിപ്പറഞ്ഞിട്ട് യഹോവയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആർക്കും കൊടുക്കാത്തൊരങ്കി അഹരോന് വേണ്ടി ദൈവം പ്ലാൻ ചെയ്തുകൊണ്ട് വരികയാ.
ഒരു വിശേഷ അങ്കി, മഹാപുരോഹിത വസ്ത്രം ഇന്നു പകൽ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്ന കുഞ്ഞ്, നിനക്ക് വേണ്ടി ആരും കാണാത്ത ചില ശ്രേഷ്ഠകരമായ അങ്കി, കൃപയുടെ അങ്കി, ആമേൻ, ആശ്വാസത്തിന്റെ അങ്കി, അംഗീകാരത്തിന്റെ അങ്കി എന്റെ ദൈവം പ്ലാൻ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഹല്ലേലൂയ. ദൂതനോട് പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ച് ആരാധിക്കുക. ആരും ഇതുവരെ കാണാത്ത, ആരും ഇതുവരെ സ്വപ്നം കാണാത്ത ഒരങ്കി ദൈവം പ്ലാൻ ചെയ്യുകയോ അത് അഹരോന് വേണ്ടി ദൈവം നിർമ്മിക്കാൻ അതവൻ കൽപ്പിക്കുകയാണ്. ഞാൻ ആ വാക്ക് അധികാരത്തോടെ വീണ്ടും പറയുക. ഞാൻ ചുമ്മാ ചോദിക്കട്ടെ, മനസ്സിലാവുന്നുണ്ട് ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നു? അതോ ചുമ്മാ ഒരു വിളമ്പ് പോലെ നിങ്ങൾക്ക് തോന്നുന്നുള്ളോ? എന്റെ മക്കളെ, ഓരോരുത്തരോടുള്ള ദൈവത്തിന്റെ വാക്കായിട്ട് ഞാനിത് ഗ്രഹിക്കുന്നത്. അഹരോൻ ഇതിന് യോഗ്യനൊന്നുമല്ല, പക്ഷേ ഒരു കൃപ പൊതുവായി വെളിപ്പെടുക. ഈ സഭായോഗത്തിൽ അങ്ങനെ ഒരു കൃപയുടെ ആത്മാവ്, ഇത് കൃപായുഗം എന്നൊക്കെ എനിക്കറിയാം, എങ്കിലും ഇന്ന് പകൽ ഈ ദൂതനോട് ഒരു ആ മറവിൽ നിന്ന് ഞാൻ പറയുന്നു, ഈ സഭായോഗത്തിൽ ആരോടോ ദൈവം അളവറ്റ കൃപ കാണിക്കാൻ. നീ ശാപം പേറേണ്ടത്, നീ ന്യായവിധി ചുമക്കേണ്ടത്, പക്ഷേ വചനത്തുമ്പിൽ വിറയ്ക്കാൻ തയ്യാറായാൽ, വചനത്തുമ്പിൽ താഴാൻ തയ്യാറായാൽ, നിന്റെ ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കാൻ തയ്യാറായാൽ, നിന്റെ മേൽ അളവറ്റ കൃപ തന്നിട്ട് നിന്നെ ആദരിച്ചു മാറ്റുക മാത്രമല്ല, ഇതുവരെ ആരും കാണാത്ത ഒരു പുതിയ അങ്കയുടെ ഉടമസ്ഥനാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ കൃപ ചലിക്കട്ടെ, കൃപ പലരിലും പെരുകി വരട്ടെ, കൃപയുടെ ആത്മാവ് ഈ പകൽ ക്രിയ ചെയ്യട്ടെ. ഹല്ലേലൂയ. ഈ അങ്കിയുടെ രൂപം, വലിപ്പം, ഇതിനകത്ത് നെയ്ത് ചേർക്കേണ്ട നൂലുകൾ, അതിനെന്തെല്ലാം വേണമെന്ന് അഹശ്വേരോശ് രാജാവ് ഹാമാനെ വിളിച്ച് അനുവാദം ചോദിച്ച പോലെ ഇവിടെ ദൈവം ആരെയും വിളിച്ച് അഹരോൻ ഒരു അങ്കി ഉണ്ടാക്കാൻ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇവിടെ ആരുടെ അനുവാദം ചോദിച്ചല്ല ഈ അങ്കി നെയ്തത്. അവന്റെ ഹിതപ്രകാരം അവന്റെ മനസ്സിൽ ഭാവിച്ചതുപോലെ, ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ഒരു വിശേഷപ്പെട്ട അങ്കി അഹരോന് വേണ്ടി ദൈവം ഒരുക്കിയതുപോലെ ഇന്നു പകൽ പരമാർത്ഥതയോടെ ദൈവത്തെ ആരാധിക്കുന്ന, വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന, ഇടകലരാതെ നിൽക്കുന്ന, വചനത്തിനു മുമ്പിൽ വിധേയപ്പെടുന്ന ചിലതിനു വേണ്ടി വിശേഷമായ ചിലത്, മഹത്വമുള്ള ചിലത് എന്നെ ദൈവം പ്ലാൻ ചെയ്യുകയോ. ഹല്ലേലൂയ. ചൂടെ പറഞ്ഞ ഈ അങ്കിയുടെ വെളിപ്പാട് കിട്ടിയത് മോശയ്ക്കാണ്. വെളിപ്പാട് കിട്ടിയ മോശയ്ക്ക് പോലും അതിലൊരെണ്ണം തയ്ക്കാൻ ദൈവം അനുവാദം കൊടുത്തില്ല. പ്രവചിച്ച പ്രവാചകന് പോലും ഇതിന്റെ അംശമില്ല. ഇത് കൃപയാൽ മറ്റൊന്നിലേക്ക് വീഴുക. ഓ നന്ദിയപ്പ, നന്ദിയപ്പ. എന്റെ ദൈവം ചിലതിനെ ആദരിക്കുന്ന നാളുകളുണ്ടെന്ന് ഒരിക്കൽ കൂടെ എന്റെ ദൈവം ആലോചന പറയേ. സ്വത്രം സ്വത്രം സ്വത്ര. എന്തുകൊണ്ട് എന്റെ ഉള്ളിലെ വാക്ക് കേൾക്കുക. മോശ വിക്കന, മോശയ്ക്കൊരു വാക്ക് വേണ്ട പോലെ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റില്ല. മോശയുടെ വിക്കിനെ മറച്ചത് ഈ ചേട്ടനായ അഹരോന്. കൂലി വാങ്ങാതെ കൃപയ്ക്ക് സാക്ഷ്യം വഹിച്ചവൻ, കൂലി വാങ്ങാതെ കൃപയ്ക്ക് കൂടെ നിന്നവൻ, ബലഹീനരെ താങ്ങിയവൻ, ബലഹീനതയ്ക്ക് തുണ നിന്നവൻ. എന്റെ അഹരോന് നിന്നെ ദൈവം ആദരിച്ചില്ലെങ്കിൽ പിന്നെ ആരെ ദൈവം ആദരിക്കേണ്ട? ചിലരുടെ ബലഹീനതയ്ക്ക് തുണ നിന്ന് നിന്നെ പരസ്യമായി ദൈവം ആദരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
രക്തത്താൽ ജയം. ഇപ്പൊ ഇതാ മോശയ്ക്ക് വെളിപ്പാട് കിട്ടുക അങ്കിയെക്കുറിച്ച്. ലേവ്യ പുസ്തകം 8 ഒക്കെ അതിന്റെ ഒരു വിശദീകരണമുണ്ട്. പുറപ്പാട് പുസ്തകത്തിന്റെ ചില അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരു പുസ്തകത്തിൽ പറഞ്ഞു തീർക്കാതെ അതിനകത്ത് ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ട് അഥവാ മനസ്സിലായില്ലെങ്കിൽ തെളിവായി ദൈവം 2 ലേവ്യ പുസ്തകത്തിലും ദൈവം അവനെ കൊണ്ട് എഴുതിക്കുക. കാരണം അതിനകത്തെ ഒരു നൂലിഴ പോലും മാറാൻ എന്റെ ദൈവം അനുവദിക്കില്ല. ഒന്ന് കടന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യാവോ? ഞാൻ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് പറയുക, നിന്നോടുള്ള വാഗ്ദത്തത്തിന്റെ ഒരു നാരിഴ പോലും കുറയാൻ എന്റെ ദൈവം അനുവദിക്കില്ല. വാഗ്ദത്തത്തിൽ നിന്ന് ഒരു കഴഞ്ചു മാറാൻ എന്റെ ദൈവം അനുവദിക്കില്ല. നിന്റെ വാഗ്ദത്തം മനോഹരപൂർണമാകും. ഹല്ലേലൂയ. ഇന്നൊന്ന് ആത്മാവിലൊന്ന് ഭാവന കണ്ട്, നീ ചിലത് അണിഞ്ഞു നടക്കുന്നത് ആത്മാവ് കണ്ട്. ഇവിടുത്തെ ഏതേലും വസ്ത്രം ധരിക്കുന്ന കാര്യമില്ല ഞാൻ ഈ പറയുന്നത്. നീ അഭിഷേകം നിനക്ക് തരുന്ന ചില ശ്രേഷ്ഠതയുടെ അങ്കി ധരിച്ച് നീ ആദരിക്കപ്പെട്ട് നടക്കുന്ന ഒരു കാലം ദൈവം ഒരുക്കുന്നുണ്ട്. ഒരു കാലം ദൈവം ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഒരു വാക്കൊന്നും കൂടെ ഞാൻ പറയുന്നു. ആർക്കുമില്ലാത്ത സാധാരണ പുരോഹിതന്റെ അങ്കിയൊക്കെ ഉണ്ട്, പക്ഷെ ഇത് മഹാപുരോഹിത അങ്കിയ. ഇതിന് ഏഫോദ് വേണമെന്ന്, ഇതിന് മാർപ്പതക്കം വേണമെന്ന്, ഇതിന് അരക്കെട്ട് വേണമെന്ന്, ഇതിന് പൊന്നൂലും നീലനൂലും ധൂമ്രനൂലും വേണമെന്ന്, ഇതിന്റെ അറ്റത്ത് പൊന്മണിയും മാതളപ്പഴവും വേണമെന്ന് എല്ലാം നിർണയിച്ചൊരു ദൈവം. ഇപ്പൊ ചുമലിൽ നന്മ, ചുമ്മാ ഇരിക്കല്ലെന്ന്, ചുമൽഖണ്ഡങ്ങൾ ആ വെളിപ്പാട് പുസ്തകത്തിലോ അവസാന അധ്യായത്തിലൊക്കെ പറയുന്ന പോലെ വിശേഷമാകുന്ന വജ്രം പോലെയുള്ള വിലപിടിപ്പുള്ള 12 രത്നക്കല്ലുകൾ തോളിൽ വരാൻ ദൈവം അനുവാദം കൊടുക്കുക. അതുപോലെ തന്നെ 12 വിധ രത്നക്കല്ലുകൾ മാർപ്പതക്കത്തിൽ വരാൻ ദൈവം അനുവദിക്കുക. ഓ മൈ ലോർഡ്, എനിക്ക് ആത്മാവ് തരുന്ന ദൂത്, ഇന്നലെ നീ ഇഷ്ടികച്ചൂളയിൽ അടികൊണ്ട് പണിയെടുത്തപ്പോൾ നീ അറിഞ്ഞില്ല നിനക്ക് മാർപ്പതക്കം കിട്ടുമെന്ന്. ഇന്നലെ നീ നിന്നയേറ്റ് ചുമട് ചുമന്നപ്പോൾ നീ അറിഞ്ഞില്ല കൃപയുടെ ചുമത്തണ്ട് നിനക്ക് ധരിക്കാൻ കിട്ടുമെന്ന്. അർഹിക്കാത്ത നന്മകൾ, അർഹിക്കാത്ത നന്മകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാക്ക് മനസ്സിലായോ ആർക്കെങ്കിലും? സ്വോത്ര കാര്യമെല്ലാം പിടി കിട്ടുന്നുണ്ടോ? എനിക്ക് തുള്ളിച്ചാടി അങ്ങനെയൊക്കെ ദൈവത്തെ സ്തുതിക്കാൻ തോന്നുക. ആ ഇഷ്ടികച്ചൂളയില് ആ കള്ളപ്പറവോന് താളടികൾ തരാതെ, ഞാങ്ങണകൾ തരാതെ, അതിൽ പണിയാനുള്ള സാധ്യതകൾ തരാതെ എണ്ണം തികയ്ക്കണമെന്ന് പറഞ്ഞ് നിന്നയ്ക്ക് ദണ്ഡിപ്പിച്ചപ്പോൾ അന്ന് അകരോൻ അറിഞ്ഞില്ല എനിക്കിങ്ങനെ ഒരു വിശേഷയെങ്കിൽ വരുമെന്ന്. ഇന്നലകളുടെ കഷ്ടത മറക്കാത്തവൻ, ഇന്നലകളുടെ നിന്ന മറക്കാത്തവൻ, നിനക്ക് വേണ്ടി വിശേഷമായ അധികാരമുള്ള Hallelujah. ഹല്ലേലൂയ. ഈ പകൽ വിശ്വസിച്ചോ ദൈവം ചിലത് പ്ലാൻ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ എനിക്ക് എസ്തേറിൽ ഒരു വാക്ക് കേൾക്കുക, അതിൽ നിന്ന് ഒന്നും കുറയ്ക്കരുത്.
അത്രയും ആക്കം ദൂത് കേട്ടോ. നീ പറഞ്ഞതിൽ നിന്ന് ഒന്നും കുറയ്ക്കരുത്. യേശുവിന്റെ നാമത്തിൽ എന്റെ ദൈവം പ്ലാൻ ചെയ്ത, ദൈവം അരുളി ചെയ്ത വാഗ്ദത്തങ്ങളിൽ ഒന്നുപോലും നിഷ്ഫലമാകാതെ ഈ സഭയും ഈ മക്കളും ഒരുപോലെ അനുഭവിക്കട്ടെ, ഒരുപോലെ അനുഭവിക്കട്ടെ, ഒരുപോലെ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. ഉദവര വദനഗസ് അതര രഗദനഗസ് ഉദവര വദനഗസ് അവര വദനഗസ് അന്തൽ കവന രഗദനഗസ് ഉദവര വദനഗസ് അതൽ കവന ഹദരഗസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ആരൊക്കെ ഉണ്ട് അത്തരം പേരോട് ഞാൻ പറയുന്നു, ഈ വചനം ദൈവത്തിൻ്റെതാണെങ്കിൽ, അരുളി ചെയ്തത് പരിശുദ്ധാത്മാവാണെങ്കിൽ, നീ ചിലത് വഹിച്ചിരിക്കും, നീ ചിലത് അണഞ്ഞിരിക്കും, നീ ചിലതിനാൽ ആദരിക്കപ്പെട്ടിരിക്കും, നീ ചിലതിനാൽ മാനിക്കപ്പെട്ടിരിക്കും. യഹോവ ശ്രേഷ്ഠമായതൊരുക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ സമയത്തെ ഭയപ്പെട്ടപ്പോ ദൂത് നിർത്തുക. നിങ്ങൾ വീട്ടിൽ ചെന്നച്ചേ വേറെ അതും ഇതും പറഞ്ഞേച്ച് നീ ഇത് വിഴുങ്ങിക്കളയല്ലേ. നീ ദൂതിനെ പിന്തുവിട്ട് ധ്യാനിക്കണം. ബൈബിളിൽ നിന്നൊക്കെ എടുത്തു നോക്കാൻ പറ്റുന്ന പോലെ ഒക്കെ എടുത്തു നോക്കി വായിച്ചിട്ട് ദൈവം നിനക്ക് വേണ്ടി ചിലത് പ്ലാൻ ചെയ്യുന്നുവെന്ന് നീ നിന്നോട് തന്നെ ഒന്നും കൂടെ പ്രവചിച്ചുറപ്പിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ അവൻ പ്ലാൻ ചെയ്താൽ അതിന് തുല്യം പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? അവന്റെ മനസ്സിൽ അവൻ പ്ലാൻ ചെയ്യുക. എനിക്ക് വേണ്ടി നിന്ന സഹിച്ച്, എനിക്ക് വേണ്ടി ഒറ്റപ്പെടൽ സഹിച്ച്, എനിക്ക് വേണ്ടി വേർപെട്ടു വന്ന് എന്റെ ദാസനെ എങ്ങനെ ആദരിക്കണമെന്ന് എന്റെ ദൈവം ഉള്ളിൽ തീരുമാനത്തുറപ്പിച്ചിരിക്കുക. ഈ അങ്കിയുടെ ഒക്കെ കാര്യം പറഞ്ഞേച്ച് എന്റെ പക്ഷത്ത് വരുന്നവൻ ഇത് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ 12 ഗോത്രം ചാടിയാനല്ലേ. എന്റെ ദൈവം ചിലത് മറച്ചു വെക്കുന്നത് ആ യോഗ്യതയുള്ളവന് ദൈവം തരാൻ വേണ്ടിയാ, മിടുക്കന്മാർക്ക് തരാൻ വേണ്ടിയല്ല. ഇത് വചനത്തോട് ആരനുസരിക്കുമോ, വചനത്തോട് ആര് കൂറ് കാണിക്കുമോ അവർക്കത് കൊടുക്കാൻ എന്റെ ദൈവശകവന്.